മണ്ണൊക്കെ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയതാണ്. ഈ റോഡ് ഏത് നിമിഷവും തകർന്നു വീഴാമെന്നൊരു പേടിയുണ്ട്. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും ഇതിങ്ങനെ വീഴുകയാണ്. തൊട്ട് കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയാണ്. ഈ കൊല്ലം കായലിനോട് ചേർന്നിട്ടുള്ള മുണ്ടക്കൽ കച്ചിക്കടവ് റോട്ടിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 100ഓളം കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലെത്തേണ്ട വഴിയാണ് ഇതെന്ന് പറയുന്നത്. ബൈക്കും കാറും ഒക്കെ ആയി ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു വഴി. ആ വഴി ഇപ്പോൾ ഏറെക്കുറെ തകർന്ന അവസ്ഥയിലാണ്. ഇങ്ങനെ ഓരോ സെക്കൻഡിലും ഈ വഴി ഇങ്ങനെ ഇടിഞ്ഞു വീഴുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഭീകരമായൊരവസ്ഥയാണ്. ഓരോ മഴ പെയ്യുമ്പോഴും, മഴക്കാലമാണ്, മണ്ണിലേക്ക് വെള്ളം ഇറങ്ങും. ഈ റോഡ് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നൊരവസ്ഥയാണ്. നമ്മളൊരു പക്ഷേ കാലൊക്കെ വെച്ചാൽ തന്നെ ഇതുണ്ടോ ഇങ്ങോട്ട് കാര്യങ്ങൾ വീഴുന്നൊരവസ്ഥയാണ്. ഇവിടെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയുണ്ടാക്കിയതാണ്. ഇതിങ്ങനെ ഇങ്ങനെ തൊട്ടാൽ തന്നെ ഇടിഞ്ഞു വീഴും. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ മഴക്കാലത്ത് ഈ റോഡ് ഇങ്ങനെ ഇടിഞ്ഞ് വീഴുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 100ഓളം കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് എത്തേണ്ട വഴിയാണ്. നമ്മളൊക്കെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ വലിയ തോതിൽ പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നിമിഷത്തിൽ ഈ ഒരു ഉറപ്പുമില്ലാത്ത ഈ റോഡ് മണ്ണൊക്കെ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയതാണ്. ഈ റോഡ് ഏത് നിമിഷവും തകർന്നു വീഴാമെന്നൊരു പേടിയുണ്ട്. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും ഇതിങ്ങനെ വീഴുകയാണ്. തൊട്ട് കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയാണ്. ഈ വഴിയിലൂടെയാണ് 100ഓളം കുടുംബങ്ങൾ പോകുന്നത്. ഇപ്പോഴെന്തായാലും ഈ വഴിയിലൂടെ ബൈക്കുകൾ മാത്രമാണ്. കാറൊക്കെ കൊണ്ടുവരാൻ ആളുകൾക്ക് പേടിയാണ്, പറ്റില്ല. എങ്ങനെയെങ്കിലും ഈ വിഷയത്തിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരായ കുറേ ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. ചേട്ടാ, നമുക്കിപ്പോൾ വഴിയടക്കാനോ ഒന്നും പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇതിൽ ജനങ്ങൾക്ക് പോകാനായിട്ട് ആകപ്പാട് വലിയ ആകമുള്ള റോഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ മുണ്ടയ്ക്കൽ. പക്ഷേ ഇപ്പം ഒട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുടിവെള്ളം വരെ നമുക്ക് ഇല്ലാതാവും. കാരണം ഇതിൻ്റെ അടിയിൽ കൂടിയാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പോയിരിക്കുന്നത്. അതുവരെ ഇല്ലാതായി പോകുന്നു. റോഡ് ഇങ്ങനെ ഓരോ നിമിഷവും ഇടിഞ്ഞുകൊണ്ടിരിക്കും. ഈ റോഡാണെങ്കിൽ ഓരോ ദിവസവും ചേട്ടൻ നേരത്തെ ഇതിലൂടെ ബൈക്കിലൂടെ പോകുന്നുണ്ട്. എങ്ങനെ വിശ്വസിച്ച് പോകും? നമ്മൾ പേടിച്ചാണ് ഈ റോഡ് വഴിയെ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഇത് കുതിർന്നിരിക്കുകയാണ് റോഡ്. എന്ന് വെച്ചാൽ മേളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ വീഴ്ച കാരണം കൊണ്ട് തള്ളി മൊത്തം ഇടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ഏത് നിമിഷം പൂർണ്ണമായിട്ട് ഇടിയും. ഈ മഴ കഴിയുമ്പോഴത്തേക്കും അത് മൊത്തം നിലം പൊത്താൻ സാധ്യതയുള്ള ഒരു റോഡാണ്. അത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഏത് നിമിഷവും നിലം പൊത്താം. ഇങ്ങനെ വെള്ളം കുതിർന്നിറങ്ങുകയാണ്. ബൈക്കിലൂടെയൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഒരു ചേട്ടൻ ബൈക്കിലൂടെ വരുന്നുണ്ട്. എന്ത് വിശ്വസിച്ചാണ് ഈ വഴി വരുന്നതെന്ന് അറിയില്ല. നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ വലിയ തോതിൽ പേടിയാവുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡിനോട് ചേർന്ന് ഈ കൊല്ലം കായലിൽ ഇവിടെ ഒരു ഇതൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ കോൺക്രീറ്റ് കെട്ടി വാളമൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കോൺക്രീറ്റ് ഇങ്ങോട്ട് നീങ്ങിയിട്ടില്ല. ഇനിയും കായൽ ഇങ്ങോട്ട് കിലോമീറ്ററുകളുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് ഒന്നും തന്നെ ഈ വാൾ വന്നിട്ടില്ല. ഈ ഇത്രയും കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് സുരക്ഷിതമാണ്. പക്ഷേ ഈ ഭാഗം ഇങ്ങനെ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രശ്നമാണ് ചേട്ടാ. ഇപ്പോൾ വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ ഈ വാൾവ് ഇതുവരെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പണി പോയിട്ടില്ല. ഇത് കൊല്ലംതോട് ദേശീയ ജലപാതയുടെ ഭാഗമാണ്. ഈ ദേശീയ ജലപാതയുടെ ഭാഗമായ കൊല്ലംതോടിൻ്റെ 3ാം റീച്ചാണിത്. ഏകദേശം ബീച്ചിൻ്റെ അവിടെ വിട്ട് കൊല്ലം ബീച്ച് കൊച്ചിലാമൂട് പാലം മുതൽ കച്ചിക്കടവ് വരെയുള്ള ഒരു റീച്ച്. ഈ റീച്ചിൻ്റെ പണി 10 വർഷം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ കെടുകാര്യസ്ഥത മൂലം ഇത് നിശ്ചലമായി ഏറ്റവും ഒടുവിൽ ഇവിടെ ഈ അങ്ങോട്ടുള്ള റോഡ് ഇതേപോലെ തകർന്ന കാലത്ത് വീണ്ടും ഇൻലാൻഡ് നാവിഗേഷൻ ഇവിടം വരെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം, ഈ ഭാഗത്ത് ഏകദേശം 50 വർഷം മുമ്പ് നടത്തിയ പൈലിംഗ് നടത്തി ഇതേ കണക്കൊരു വാൾ കെട്ടിയത് 50 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അത് പുനരുദ്ധീകരിക്കുന്നതിനാണ് 10 കൊല്ലം മുമ്പ് കരാറ് നൽകിയെങ്കിലും ഇത് 10 കൊല്ലം കൊണ്ട് ഇത്രേ പണി എത്തിയിട്ടുള്ളൂ. അതായത് 10 കൊല്ലം കൊണ്ട് പണിതുണ്ടാക്കിയതാണ് വാൾവ്. ഇതുവരെ ഈ വാൾവ് ഇങ്ങോട്ടില്ല. ഇങ്ങോട്ട് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഏകദേശം ഈ സ്ഥലത്താണ് ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഉള്ള കൂടുതൽ സ്ഥലത്ത് ഈ കൊല്ലം കായലിന് ചേർന്നുള്ള സ്ഥലങ്ങൾ ഇടിയുമെന്നാണ് പൊതുവിൽ പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ വലിയ ഭീകരതയാണ്. മണ്ണിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ എന്ത് ധൈര്യത്തിലാണ് ഇതിലൂടെ ബൈക്കൊക്കെ വരുന്നതെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. 1-2 കുടുംബങ്ങളല്ല ഇവിടെ താമസിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ഒരുപാട് ആളുകളെ കാണാം. ഓരോ ചേച്ചിമാരും അമ്മമാരൊക്കെ തന്നെ നമ്മളെ കണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. 1-2 കുടുംബങ്ങളല്ല, 100ഓളം കുടുംബങ്ങൾ. അവരുടെ ഏക മാർഗ്ഗമാണ്. അവർ പലപ്പോഴും മോഹിച്ചു വാങ്ങിയ വാഹനം, കാർ ഉൾപ്പെടെ ഈ വഴിക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വലിയ വിഷമം പല ആളുകൾക്കുമുണ്ട്. ബൈക്കിൽ പോലും പല ആളുകളും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ചേച്ചി, വലിയ ബുദ്ധിമുട്ടല്ലേ നമുക്ക്? ബുദ്ധിമുട്ടാണ്. അതെ, ഈ രാത്രി സമയത്തൊക്കെ ഈ ഇരുചക്ര വാഹനങ്ങൾ വന്ന് തോട്ടിലേക്ക് മറിഞ്ഞു വീണാൽ പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇത് കുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇടിഞ്ഞിടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു അഭ്യർത്ഥന. ഈ അമ്മ ഭയങ്കര പേടിയല്ലേ ഇതിലൂടെയൊക്കെ? ഇതിലെ കൂടെ പോകാൻ ഭയങ്കര പേടിയാണ്. അതുപോലെ ഈ റോഡ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വഴി വരണമെങ്കിലും ആട്ടോ കൂലി തന്നെ കൊടുക്കണം. കുറേ വളഞ്ഞു വരണം. ഇരട്ടി ചാർജാണ് അവരൊക്കെ മേടിക്കുന്നത്. നമ്മളെ കണക്കുള്ള പാവത്തുങ്ങൾക്ക് അങ്ങനെ പോയിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഈ ആശുപത്രി കേസൊക്കെ ഉണ്ടാവും. അതെ, അത് പറയാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രായം ചെന്ന ഒരുപാട് അച്ഛനമ്മമാരും അമ്മമാരും ഉണ്ട്.
ഇപ്പോൾ തന്നെ ഈ നിൽക്കുന്ന അച്ഛനാണെന്നുണ്ടെങ്കിൽ വയ്യാതെ ഒരു ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഇവിടുന്ന് പൊക്കിയെടുത്താണ് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നത്. അത് ബൈക്കിനകത്ത് ഇരുത്തി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിൽ വന്നത്. വെച്ചാൽ കാർ ഉണ്ടായിട്ട് കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പുള്ളിക്ക് അറ്റാക്ക് വന്നതാണ്. അറ്റാക്ക് വന്ന് നമ്മൾ കൊണ്ടുപോയി ബെൻസിൽ കെട്ടിയാണ് അയാളെ കൊണ്ടുവന്നത് തിരിച്ച്. അതെന്തോ ആ സമയം കൊണ്ടുപോകാൻ പറ്റിയത് ഞാൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റി ബൈക്കിൽ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയി. പുള്ളിയുടെ അവസ്ഥ വേറെ ഇതിലായി പോകും. അതുപോലെ തന്നെ പ്രായം ചെന്ന ഒരുപാട് പേര് അവിടെ കിടപ്പുണ്ട് സുഖമില്ലാത്ത. അപ്പോൾ ഏകദേശം 100ഓളം കുടുംബങ്ങളാണ് അതിൽ പ്രായം ചെന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. അവരെയൊക്കെ ഈ വഴി എങ്ങനെ കൊണ്ടുപോകുന്നുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കേണ്ടതെന്നാണ് നാട്ടുകാരെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇനി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ, നഗരസഭയാകട്ടെ, വേറെ ഏതെങ്കിലും വകുപ്പാകട്ടെ, 100ഓളം കുടുംബങ്ങൾക്ക് പോകേണ്ട വഴിയാണ്. ഒന്ന് അധികാരികൾ ഇടപെട്ടാൽ, ഒന്ന് ഒപ്പുവെച്ചാൽ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും നാളെ ഈ വഴി വരുമ്പോൾ ഒരുപക്ഷെ ഈ റോഡ് ഇത്രയും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടിയാൻ നിൽക്കുന്ന ഈ മുണ്ടക്കലിലെ ഈ റോഡിന് മുമ്പിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.